ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ തമിഴ്നാട്ടിൽ ഹൈവേയിൽ പോയപ്പം ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. അതിൻ്റെ വഴിയരികിൽ ഇതിങ്ങനത്തെ ഒരു കാഴ്ച കണ്ടപ്പം ഞാനിത് എന്താണ്, എനിക്ക് തോന്നിയതാണോ ഇലയാണോ എന്ന് പോയി അടുത്ത് നോക്കിയപ്പം അതിൻ്റെ കായ്കളായിരുന്നു. ആ കായ് ഞാൻ അതിശയമായിട്ടാണ് കണ്ടത്. അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് എരിക്കിൻ്റെ കായാണ്. എരിക്കിൻ്റെ പൂവൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. ഇത് എത്രയും കായാണ്, ഒരുപാട് ഈ ചെടിയിൽ കായ ഉണ്ടായിരുന്നത്. പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞു എന്നാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അപ്പോഴേക്കും ഇത് നമുക്ക് അവിടെ നമ്മൾ ആയുർവേദത്തിലാണ് ഒരുപാട് യൂസ് ചെയ്യുന്നത് എരിക്ക്. പക്ഷേ ഇവിടെ കൂടുതലും അമ്പലത്തിലും മാല കോർക്കാനാണ്, ശിവൻ്റെ അമ്പലത്തിലും ഗണപതിയുടെ അമ്പലത്തിലും മാല കോർക്കാനാണ് ഇതിൻ്റെ പൂ കൂടുതലും എടുക്കുന്നത്. നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഒറ്റമൂലിയായിട്ട് ഇത് പലപ്പോഴും യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിൻ്റെ പാലും ചില മെഡിസിൻ പറയാറുണ്ട്, എരിക്കും പാലെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിത് കുറച്ച് അതിൻ്റെ സീഡൊക്കെയും കണ്ടു. നമ്മളവിടെ അപ്പൂപ്പൻ താടി എന്നാണ് ഈ സീഡിനെ പറയുന്നത്. വേനൽക്കാലത്തൊക്കെ അതിങ്ങനെ പറന്നുപോയി പല പറമ്പുകളിലേക്കും അത് മുളയ്ക്കാറുണ്ടെന്നൊക്കെ പറയും. ഇങ്ങനത്തെ കുറച്ച് വ്യത്യസ്തമായ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് നിങ്ങളായിട്ടും പരിചയപ്പെടുത്തണമെന്ന് തോന്നി. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. എനിക്ക് ഇതൊക്കെ കാണുമ്പോഴേക്കും കുറച്ച് അതിശയമായിട്ട് തോന്നാറുണ്ട്. എന്നാൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നും തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കിടുന്നത്. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, എന്തായാലും പങ്കിടുവാണ്.